ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ അവിടെ പള്ളിവാസൽ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഒരു കിടിലം പ്രോപ്പർട്ടി ആണോ. നമ്മൾ താമസിക്കുന്നത് അമ്പാടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഇപ്പോൾ 2-ാം മൈലൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്, 2-ാം മൈലാണ് 12-ാം മൈലാണോ ആ പള്ളിവാസൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ്, പള്ളിവാസലൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അമ്പാടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിടിലം പ്രോപ്പർട്ടി ഉണ്ട്. മൊത്തം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മൾ താമസിക്കാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അമ്പാടി എസ്റ്റേറ്റിൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. പൊളാരിസ് റൈഡ്, അതേപോലെ സൈക്ലിങ്, പിന്നെ അതേപോലെ ട്രക്കിങ്, അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അമ്പാടി എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാം. എന്നിട്ട് നമുക്കിനി നോക്കട്ടെ, പറ്റി നമുക്കൊരു സൈക്ലിംഗ് ഒക്കെ പോവാം. ടൈം ഇപ്പം മഴയാണ്, മൂന്നാർ ഇപ്പം നല്ല മഴയാണ്. അപ്പം സൈക്ലിംഗ് ഒക്കെ പറ്റിയാൽ നമുക്കൊരു സൈക്ലിംഗ് പോവാം. എന്നിട്ട് നോക്കിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കോട്ടേജസ് കംപ്ലീറ്റ് വരുന്നത് ഇതേപോലെ കേട്ടോ, ട്വിൻ കോട്ടേജസ് ആണ്. അതായത് ഒരു കോട്ടേജിൽ 2 റൂംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് താമസിക്കുന്ന ഇതിനകത്തൊരു കോട്ടേജിനകത്താണ്. സംഭവം അടിപൊളി കേട്ടോ, നല്ലൊരു കോൺസെപ്റ്റാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇതിപ്പോൾ നിൽക്കുന്ന ഇത്രയും ഒരു കോമ്പൗണ്ടാണ്. ഈ ഒരു കോമ്പൗണ്ടിലാണ് ഈ ഒരു കോട്ടേജ് ഇരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് വേറെ ഒന്നും വരില്ല. അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു കോട്ടേജ് കാണാം, അതും ആ ഒരു കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോട്ടേജുകൾ തമ്മിലൊന്നും അധികം കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതെന്തായാലും സംഭവം നൈസ് ഒരു കോൺസെപ്റ്റാണ്. അപ്പം നമുക്കെന്തായാലും നമുക്ക് കയറി ജസ്റ്റ് നമ്മുടെ റൂം ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം. ഇതാണ് നമ്മളുടെ റൂം. നമുക്ക് കയറുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ, ഒരു അസാധ്യ റൂമാട്ടോ, അടിപൊളി റൂമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് കയറുമ്പോഴത്തേക്കാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു ചെറിയൊരു ടേബിൾ വർക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ആ ഒരു ബെഡ് സ്പേസ് വരുന്നത്. എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി. അപ്പോൾ ഇവിടെ നമുക്ക് ബാൽക്കണിനകത്ത് പുറത്ത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കോട്ടേജിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ് ഇത്രയും. ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ഇവിടെ 2 ചെയർ, 2 റൂമിലേക്ക് 2 ചെയർ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള നല്ല പക്ക ഒരു മലനിരകളാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ആ പള്ളിവാസൽ, ആ 2-ാം മൈൽ ആ ഒരു ഭാഗത്ത് ആ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രോപ്പർട്ടി ഇവിടുന്ന് മുകളിലേക്കൊക്കെ കിടപ്പുണ്ട്. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാഷ്റൂം വരുന്നത്. ഇതൊന്നര മുതൽ തന്നെ കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോ ആണ്, നമുക്ക് ഇവിടെ പ്രൈവസി ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കൊന്നും ആരും വരത്തില്ല. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടാണ്, നമുക്ക് ഈ ഒരു കോട്ടേജിൽ നിൽക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഇത്രയും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പണായിട്ട് നിന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് നിന്ന് വിളിക്കാം, ഒരാഴ്ച ചുമ. പിന്നെ ഇവിടെ നമുക്ക് സാധാ പോലെ തന്നെ സോപ്പ്, അതേപോലെ ഷാമ്പു ഐറ്റംസ്, ഷീപ്പ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പം സമയം ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ട് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇവിടെ സൈക്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ കയറുന്നപ്പോഴത്തേക്ക് അവിടെ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ വന്യായ വൈബ് കേട്ടോ, പക്ക ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ നല്ല പ്രൈവസി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പം എന്താ പറയുക, നിങ്ങളൊരു 2 ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ പക്കായിട്ട് അടിച്ചു പൊളിക്കാം. ഇവിടുത്തെ കോട്ടേജുകൾ തമ്മിലൊന്നും ഒരു ബന്ധമില്ലാത്ത രീതിക്കാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കോട്ടേജ്, പിന്നെ അവിടെ നമ്മൾ താമസിച്ചത് കോട്ടേജ്, അതിൻ്റെ അപ്പുറത്ത് മുകളിലായിട്ട് വേറൊരു കോട്ടേജ്, അപ്പം അവിടെ ഒരു കോട്ടേജ്. അപ്പം എല്ലാം ഓരോരോ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പം സൈക്കിൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഒന്ന് ചവിട്ടിയിട്ട് വരാം. അവിടുന്ന് മുകളിലേക്കൊക്കെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്, നടന്നു പോകാൻ പറ്റും കേട്ടോ.
അതിവിടെ കിളികൾ പാട്ട് പാടാനായിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ കുറേയധികം ഫ്രൂട്ട്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഈ രീതിക്ക് കുറേ ഫ്രൂട്ട്സ് ഇപ്പം എന്താ അവിടെ ചക്ക കിടപ്പുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ അവിടെ ഇത് കിടപ്പുണ്ടായിരുന്നു, എന്താ സപ്പോർട്ടിക്ക, ചിക്കു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു സൈക്കിൾ റൈഡ് പോവാണ്. പതിയെ പോയാൽ മതിയേ. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്കിളെടുത്ത് പതിയെ ഒന്ന് താഴെ പോയിട്ട് തിരിച്ചു തരാം. പടച്ചനെ, ഈ സൈക്കിൾ കാണുമ്പോഴത്തേക്ക് അന്ന് ഫ്രാഗ്രൻ്റ് നേച്ചറിൽ പോയിട്ട് തിരിച്ചു വെട്ട വാടാണ് ഓർമ്മ വരുന്നത്. അതേപോലത്തെ ഒരു കയറ്റമാണ്. അഭ്യാസം കാണിക്കല്ലേ, താഴെ വീഴുവേ. ഇത് സംഭവം അസാധ്യ വൈബാട്ടോ, ഒരു രക്ഷയില്ല ഇവിടുന്ന്. അയ്യോ പടച്ചനെ, താഴെ വീഴണമെന്ന് വെച്ചാൽ മഴയും തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് മഴയും വീഴാൻ തുടങ്ങി. അയ്യോ പൊളി വൈബേഷ് സംഭവം. നമ്മൾ ഇവിടുന്ന് ഇതിപ്പോൾ മൂന്നാർ ആ ഒരു റൂട്ടാണ്, മൂന്നാർ എറണാകുളം റോഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് കയറ്റി നോക്കുവാണ്, ഇത് കയറുന്നുണ്ടോ ഇല്ല. തന്നെ നമ്മൾ താഴത്തോട്ടൊക്കെ ഇറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊപ്പാട് വരും. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. പക്ഷേ ഭയങ്കര പാടാണ് തിരിച്ച് കയറ്റാനായിട്ട്. അതുപോലെ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഗൈസ്, ഇതാണ് വഴി. നമ്മളെ പഠിക്കാം. അപ്പോൾ നമ്മൾ മൂന്നാർ ആ ഒരു എറണാകുളം മൂന്നാർ റോഡാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നോ, ഇത് നോക്കിയാൽ മഞ്ഞിറങ്ങി വരുന്നതൊക്കെ ഒരു രക്ഷയില്ല. അപ്പം ഇവിടുന്ന് നമുക്ക് ഈ ഒരു റൂട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ആ മുകളിലേക്ക് അമ്പാടി എസ്റ്റേറ്റ്. ഇതിലെ കൂടെയാണ് നമുക്ക്, ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്, അമ്പാടി എസ്റ്റേറ്റ്. അപ്പോൾ അച്ഛൻ്റെ താഴത്തേക്ക് സൈക്കിൾ ചവിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവൻ്റെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിളോട് ഇരിപ്പുണ്ട്. ഇതിന് തിരിച്ച് കയറ്റൽ ഉറപ്പാണ് പെടുമെന്നുള്ള ഇതിൽ യാതൊരു സംശയം വേണ്ട. ഒന്നാമത്തെ കാര്യം, സൈക്കിളൊന്നും ചവിട്ടി ശീലമില്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റ് ഇതായിട്ട് ചവിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ പണിയിട്ടെന്ന് ചോദിച്ചാൽ മതി. ഇത് മൊത്തം ഇങ്ങനെ കോടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചവിട്ടിയിട്ട് കിടക്കുന്നുണ്ടോ? നീ ഇങ്ങോട്ട് തിരിച്ചോ. അങ്ങോട്ട് പോകുന്ന നമ്മുടെ അവിടെ ചവിട്ടുന്നവർ ഇവിടെ ചവിട്ടാൻ നിൽക്കല്ലേ, ഹൈ റേഞ്ചിൽ പണി കിട്ടുവേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും ജസ്റ്റ് കുറച്ച് താഴത്തേക്ക് ചവിട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ മൊത്തം ഫോറസ്റ്റിൻ്റെ ആ ഒരു ചീവീട് കരയുന്നത് സൗണ്ട് മാത്രം. അന്യായ വൈബ് എന്ന് വെച്ചാൽ അന്യായ വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല സംഭവം. ഈ ഒരു മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ റൈഡ് അടിപൊളിയാട്ടോ. ഈ ഒരു റൂട്ടിൽ കൂടെ ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഈ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി താഴത്തേക്കുള്ള ഒരു സംഭവം നൈസാണ്. പക്ഷേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കയറ്റം കയറൽ ഭയങ്കര റിസ്ക്കാണ്. ഈ സൈക്കിളിനകത്ത് അതിൻ്റെ ആ ഒരു ട്രിക്കിലൊക്കെ ചവിട്ടില്ലാന്നുണ്ടെങ്കിൽ എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എന്നാലും കുറച്ചുകൂടെ ചവിട്ടട്ടെ. സംഭവം അന്യ വൈബാട്ടെ. ഇപ്പോൾ ആ ഒരു മൂടിൽ മഞ്ഞൊക്കെ ആയിട്ട് മൊത്തം മൂടിക്കിടക്കാണ്, നൈസൊരു വൈബാണ്. എന്തായാലും ചവിട്ടട്ടെ. അപ്പോൾ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. ഇത് ഏതോ ഒരു പ്രോപ്പർട്ടി പണി തീരാതെ നടക്കുന്നു. അടിപൊളി ചേട്ടാ. ഇവിടെയൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്കെന്തായാലും കുറച്ചും കൂടെ പോയി നോക്കാം. ഇവിടെയൊക്കെ കുറേയധികം പ്രോപ്പർട്ടീസ് ഇതേപോലെ പണി തീരാതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ എന്തെങ്കിലും വല്ലോ സ്റ്റേ ഒക്കെ കിട്ടിയൊക്കെ കിടക്കുന്നതായിരിക്കും. കുറേ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഈ ഒരു മൂന്നാർ അടിമാലി കഴിഞ്ഞ് നേരെ നമ്മൾ, അടിമാലിയല്ല, ആ ഒരു കല്ലാറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഇതേപോലെ ഇങ്ങനെ പണി തീരാതെ സ്റ്റേയും ഒക്കെ ആയിട്ടൊക്കെ കിടക്കുന്നതൊക്കെ കാണാം. അയ്യോ ഇത് അസാധ്യം. ഇത് മൊത്തം തേയില ലേലമാണ്, മൊത്തം ഏലത്തോട്ടമാണ്. ഭയങ്കര ആവേശം കാണിച്ചൊക്കെ തവിട്ടുന്നുണ്ട്. ഇനി ഇതേപോലെ തിരിച്ചിരി എന്താകുമെന്ന് വളച്ചനറിയാം. അടുത്ത വെള്ളച്ചാട്ടം. ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് മൂന്നാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിക്ക് എല്ലാ വെള്ളച്ചാട്ടം ഇങ്ങനെ കവിഞ്ഞൊഴിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മരത്തിൻ്റെ ചെവിടിയിട്ട് ഇങ്ങനെ അടിപൊളി ഇറങ്ങും, ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനൊരു അവസാനം കാണും. അയ്യോ അടിപൊളി. അത് നോക്കിയേ, കിട്ടിലും വ്യൂ. അസാധ്യ ഒരു വ്യൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു എനിക്ക് തോന്നുന്നില്ല മറ്റേ ആംബർഡെയിലിലേക്ക് അപ്പുറത്ത് കാണുന്ന ആ ഒരു മലനിരകളാണെന്ന് തോന്നുന്നു. സംഭവം ഒരേ പൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഇപ്പം
എൻ്റെ പൊന്നോ, ഈ സൈക്കിൾ ചവിട്ടുന്നൊരു വൺ ടാസ്ക്കാണ്. നമ്മൾ പരിചയമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഉരുണ്ടൊരു താഴെ ഉണ്ടെന്ന് വെച്ചാൽ മതി. ഇതിനി ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര നേരം നമ്മൾ തിരിച്ച് ചവിട്ടേണ്ടി വരും. ഓ, ഒരു കിഡിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമ്മൾ. നോക്കാം. അയ്യോ, ഇത് വല്ലാത്തൊരു അനുഭവം കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പ്രച്ചോനെ കാത്തോളി. മിക്കവാറും നാളെ ഇവിടെ കിടന്നു പോകേണ്ട അവസ്ഥ ആവുമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പാലുണ്ട്. ആ പാലത്തിൽ അത്യാവശ്യം നല്ലൊരു വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. അവിടെ എന്തായാലും ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അത് നമ്മളൊരു ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ അങ്ങോട്ട് താഴത്തേക്ക് ചവിട്ടി. അവിടെ വരെ പോയിട്ട് കടയൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ നേരെ തിരിച്ച് മുകളിലേക്ക് ചവിട്ടി. മുകളിലേക്ക് നമ്മൾ വന്ന വഴിയാണ്, ആ ഒരു പള്ളിവാസ താഴത്തേക്ക് വന്ന ഒരു വഴിയാണ്. അപ്പോൾ അത് ഇവിടെയും വേറൊരു വെള്ളച്ചാട്ടം. അടിപൊളിയാട്ടോ. ഇവിടെ ഈ സൈക്ലിങ് അന്യ ഒരു ഫീലാണ്. പക്ഷേ ചവിട്ടാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ആംബിയറും കൂടെ വേണം, എന്നാലേ നടക്കുള്ളൂ. ഷോ, നിക്കളും വീഴുന്നില്ല. വെള്ളം കുടിക്കാനായിട്ട് കടയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് തിരിക്കാം. സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നേരെ ഇനി റിസോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. എങ്ങനെയുണ്ട് ചവിട്ടി സൈക്കിളായിട്ടിട്ട്? എങ്ങനെയുണ്ട് ആംബിയൻസ്? അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിക്കട്ടെ. ഇനി നമുക്ക് നേരെ റിസോർട്ടിൽ ചെന്നിട്ട് കാണാം. അവിടെ നിന്ന് ഇനി ഒരു 1.5 കയറ്റം മുകളിലേക്ക് തള്ളി കയറ്റാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് ഇവിടെ എത്തി. അയ്യോ, ഇങ്ങോട്ടുള്ള കയറ്റം ഒരു 1.5 കയറ്റം കേട്ടോ. ആകെപ്പാടെ മൊത്തത്തിൽ ടയർഡായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോട്ടെ. റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് എന്തായിരുന്നു? നാടൻ ചിക്കൻ കൂട്ട എന്തോ ചിക്കൻ പെരട്ട്, നാടൻ ചിക്കൻ പെരട്ട്. പിന്നെ അതേപോലെ ഒരു ന്യൂഡിൽ, പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയിലോട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ ഇത്. സംഭവം എന്തായാലും ഇനിയിപ്പോൾ കഴിക്കട്ടെ. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് 7:30 ആകുമ്പോഴത്തേക്ക് ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പം ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു നേച്ചർ വാക്കിംഗ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ 120-130 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു നേച്ചർ വാക്കിന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ രാവിലെ വേറെയും ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടിയാണ് നമ്മൾ ആ ഒരു ട്രക്കിങ്ങിന് പോണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അതെല്ലാം കാണാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല കാറ്റാട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മൾ രാവിലെ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്, നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഫീല്, അത് അന്യായ ഒരു ആംബിയൻസ് ആട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പം മൊത്തം ഇത് കണ്ടില്ലേ, മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അവിടെയൊക്കെ കാണാം മൊത്തം ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും പതിയെ താഴത്തേക്ക് പോയി അവിടെ റിസപ്ഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വേറെയും ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ ഒരു നേച്ചർ വാക്കിന് പോയിട്ട് വരാം. സംഭവം അന്യായിട്ടോ, അടിപൊളി ആംബിയൻസിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ചിക്കു നിൽപ്പുണ്ട്. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിലൊരു ചിക്കു മരം നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും താഴത്തേക്ക് പതിയെ പോകാം. അപ്പോൾ നമ്മൾ രാവിലെ ആ ഒരു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്ത് വന്നിട്ടുണ്ട്. അപ്പം വേറെയും ഗസ്റ്റൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ കാലിൽ മറ്റേ ഷൂ പോലത്തൊരു സംഭവം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പ്രൊട്ടക്റ്റർ. അപ്പോൾ നമുക്കും പോയിട്ട് അതെടുത്തിട്ട് കെട്ടാം, ഇല്ലെങ്കിൽ നല്ല ഒന്നാന്തരം കടി കിട്ടും. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കും ആ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. എന്തോ ലിച്ച് സോക്സ്, ലിച്ച് എന്ന് പറയുന്ന അട്ടയുടെ പേരാട്ടാ. അപ്പം നമുക്ക് ആ ഒരു കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഗവി പോയപ്പോഴത്തേക്ക് ഈ സംഭവം അവിടുത്തെ ആ ഒരു ട്രക്കിങ്ങിന് കണ്ടിട്ടുണ്ട്. അപ്പം ആ സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇടട്ടെ. അപ്പോൾ അത് ഹച്ച് വിടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയിപ്പം ഇതിട്ടിട്ട് സേഫായിട്ട് പോകാം. വെറുതെ റിസ്ക് മേടിച്ച് കടി മേടിക്കണ്ടല്ലോ. ഇന്നലെ തന്നെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കേസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ചെറിയൊരു നേച്ചർ വാക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
almost some vegetables we grow here, but in the rain only, that's why we not planted for anything. Otherwise we planted for here and there also, like carrot, cabbage, cauliflower, broccoli, everything is planted here. And then it is for use for cow beast. Organic. Yeah. And then we have a tank also. We feed for the cow beast. And then we apply for the not only for vegetables, in the plantation also. And this pineapple plant, fruit also there. It is reddish color pineapple. It's not normal. Turmeric. It's all cardamom. It's starting. This is new plant. We planted for that tree of. And sometimes the barking deer, we have that one barking deer also. It's like a goat kind of. Okay. It's like this height only. So sometimes it's coming to this surrounding. It come and eat for some grasses from the nose. Now it's like a three barking deer, one small baby. Blackberry. It is season for April, May, half now. It's 1.5 month only for the season. Yearly. So 1.5? 1.5 month only. Okay. Yearly. This one, na? Yes. Thin one. Yeah. And then very high. That tree only for the nest is that one. And one more thing. This is for Africa tulip tree. Which one? This one. And then, yeah. And very special. You know that mosquito killer, the tree. It is two types in there. This is African tulip tree. Other one in there, not India. In African country only. African and Amazon forest there only. This tree is special. It's a flower like that. 2-3 flowers in there. Pot. So any flies is going to inside. That is that one is African. Okay. There. This is India also there. This not block. It is an inside like a gum type of gel in there. Okay. So the sticky only. Sticky only. They're not written back. നമുക്കിവിടെ മൊത്തം ഏലം തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് മൊത്തം നമ്മുടെ ഈ ഒരു അമ്പാടി എസ്റ്റേറ്റ് ആണ്. പക്ഷെ ഇവിടെയുള്ള ഒരു കോമഡി ആക്കണം, നമുക്ക് ഈ അമ്പാടി എസ്റ്റേറ്റിനുള്ളിൽ നിൽക്കുന്ന ഈ ട്രീസ് മൊത്തം ഫോറസ്റ്റിൻ്റെ കൺട്രോളിലാണ്. അപ്പം നമുക്കിവിടെ നിന്ന് എന്ത് മരം ഒടിഞ്ഞു വീണാലും വെട്ടിയാലും എല്ലാം നമ്മൾ ഫോറസ്റ്റ് ഇൻഫോം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് ഒരു പുതിയൊരു അറിവാണ്. നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങൾ കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ്. അപ്പം ഏത് മരം വീണാലും ഫോറസ്റ്റിൽ ഇൻഫോം ചെയ്യണം. പിന്നെ അതേപോലെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിന് ഇൻഫോം ചെയ്ത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനുള്ള ഒരു എമൗണ്ട് നമ്മൾ ഫോറസ്റ്റിന് പേ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇവിടുന്ന് മരങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും സംഭവം പുതിയൊരു അറിവാണ്. ഇന്നലെ കേട്ടില്ലായിരുന്നോ ബേർഡ്സിങ്? ഇന്നലെ കേട്ടില്ലായിരുന്നോ? അതാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഏലക്ക പിടിച്ചിടക്കുന്നത് കാണാം. നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി വന്നപ്പോൾ ഇത് മൊത്തം ഏലത്തോട്ടമാണ്, മൊത്തം ഏലത്തോട്ടമാണ്. പിന്നെ കുറേയധികം വെറൈറ്റി ആയിട്ടുള്ള കുറേ മരങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് കൂടെ ഒരു ഗൈഡ് വരും, ആളെല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പം എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ കയറാം. കഴിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഫുള്ള് ഈ മറ്റേ സ്റ്റിക്കായിട്ടുള്ള സ്കിന്നാണ്. നമ്മളിങ്ങനെ എടുക്കുന്നില്ലേ, നമ്മളെടുത്ത് സോഫ്റ്റായിട്ട് പോയി പെട്ടെന്ന് പിടിച്ച് കഴിഞ്ഞാൽ കൈനകത്ത് വരും. ഇതെല്ലാം ഓർക്കിട്ടാണ് നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്തില്ലേ, നമ്മളാൾ നടന്ന് സ്റ്റോപ്പ് ചെയ്തില്ലേ, പിന്നെ ആ കാറ് കയറിയപ്പോൾ കയറാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു മരം ഉണ്ടാകുന്നു. അതിനകത്ത് ഒരു 2 ഓർക്കിഡുണ്ട്. ഈ ടൈപ്പ് ഈ ഒരു ടൈപ്പ് വരും. അതിനകത്ത് മരം എപ്പോൾ ഒരു
ഇതാ ഈ കാണുന്നതും കുന്തിരിക്കം മരമാണ്. നമുക്ക് ഇതിനകത്ത് എന്തോ പ്രോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെടുക്കുമെന്ന് പറഞ്ഞാൽ കുന്തിരിക്കം. ആ കുന്തിരിക്കം എങ്ങനെ ആ മരം കട്ട് ചെയ്തെടുക്കും? അതുപോലെ കറവല്ലോണോ? സ്ക്രാച്ച് ചെയ്താൽ മതി. വീട്. ഓക്കെ ഓക്കെ. ആ ഹാ. ഓ ഇതാണല്ലോ സംഭവം. ഇതിന് ഉണക്കോ? ഇത് ഉണക്കത്തില്ല, ഇതാണ് സംഭവം. വെച്ചാൽ മതി. ഓ തീ ഇടത്തില്ലേ, അതിൻ്റെ ആ അണഞ്ഞു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് കുന്തിരിക്കം. ഈ ഒരു ഇതാണ് ആ ഒരു മരം കേട്ടോ. ഈ ഒരു മരത്തിൽ നിന്നാണ് ഈ സംഭവം എടുക്കുന്നത്. കറയാണ് ഇതിൻ്റെ കറയാണ്. ഈ മരത്തിന് കറയില്ല. സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഇറച്ചെടുത്തില്ലേ, ഓ അതുപോലെ സ്ക്രാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വര വരും. വറയിനകത്ത് വെടിഞ്ഞ് വരും. ഇന്ന് സ്ക്രാച്ച് ചെയ്തിടുവാണെങ്കിൽ വെള്ളം പോലെ ചെറുതായിട്ട് വരും. ഇനി നാളെ വരുമ്പോൾ കുറച്ച് ഇത് ഈ തിക്കിൽ കിട്ടും. ഓക്കെ ഓക്കെ. പോയിക്കണം, പോയിച്ചാലേ അറിയില്ല. അതെല്ലേ? വേറെ വല്ല ഇഴജന്തുക്കളിലുണ്ടോ? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഓൾ സേഫാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാമ്പാണ്. അതെ, യെസ്, പാമ്പുണ്ട് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ വെതറിലില്ല. ഓക്കെ. പാമ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയത്ത് കാണും. ഓക്കെ. നവംബർ ഡിസംബർ ആ സമയത്ത് നല്ല വെതറാണെങ്കിൽ ആ സമയത്ത് കാണും. കയറിയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകും. എനിക്കതൊന്നുമില്ല. പ്ലാന്റേഷനിൽ പോകുമ്പോഴത്തേക്ക് നമ്മളത് അബ്സർവ് ചെയ്താൽ മതി. ഓക്കെ. ബ്രോയുടെ പേരെന്തോ? എൻ്റെ പേര് മഹേന്ദ്രൻ. മഹേന്ദ്രൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണോ? ആ, മൂന്നാർ. മൂന്നാർ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു ഫിഷ് ടാങ്ക്. നമ്മൾ ഈ ഒരു തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് നേരെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക്. എൻ്റെ പൊന്നു, നല്ല അടിപൊളി മീനുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഫിഷ് ടാങ്ക്. ഓ പൊളി. സൂക്ഷിച്ചു അയച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ആ ഒരു ഫിഷ് ടാങ്കും കണ്ട് നേരെ ഇനി തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച്. ഇനി എന്തോ പ്രോ കാണാനുള്ളത്? ഇനി നമ്മൾ തിരിച്ചു പോവാം. ഓക്കെ. അയ്യോ, പാഷൻ ഫ്രൂട്ടാണിത്. എൻ്റെ പൊന്നു. ജോയിൻ ഗ്രഡനില്ല. അടിപൊളി. നോക്കിയാൽ പാഷൻ ഫ്രൂട്ട് കേട്ടോ ഈ കിടക്കുന്ന. ഇത്രയും വലിയ പാഷൻ ഫ്രൂട്ടൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓഫ്, അന്യായമാണ്. അപ്പോൾ നമ്മളിന്നലെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സ്റ്റാർ ഫ്രൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആ ഒരു മരമാണ് ഈ നിൽക്കുന്നത്. കുറേ കിടപ്പുണ്ട് അതിനകത്ത്. സാധനം നമുക്ക് ജസ്റ്റ് കുറച്ച് നോക്കാം ഇതിനകത്തുനിന്ന്. ഇവിടെ കണ്ടില്ല, ഇഷ്ടം പോലെ ഫ്രൂട്ട് കിടപ്പുണ്ട്. ഇതാണ് ഐറ്റം. കഴിവൊന്നും വേണ്ടല്ലേ? സംഭവം അടിപൊളി കേട്ടോ. നമ്മുടെ അടുത്തപ്പോഴത്തെ നല്ല പുളിയുള്ള സാധനമല്ല, അത്യാവശ്യം മധുരമുള്ളൊരു മധുരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയില്ല ഒരുപാട്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടാണ്. ഇഷ്ടം പോലെ ഇതിനകത്ത് ഫ്രൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓ, പേരയ്ക്കാണല്ലേ ഇത്? ചെറിയൊരു ഇതാണ്. എന്ത് പേരയ്ക്കാണ്? പുളിപ്പേര. പുളിപ്പേര. നമ്മളുടെ പേരയ്ക്കാട് തന്നെ മറ്റൊരു ഗുണം റെഡ് കളറാവുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഇലയൊക്കെ കണ്ടില്ല, ഇലയൊക്കെ മൊത്തം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് പുളിപ്പേര. കുറേ വെറൈറ്റി ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഒരുപാട് സൈസ് ആവുമോ ഇത്? ഇല്ലില്ല, ഈ ഇത്ര സൈസേ വരുള്ളൂ. പഴുക്കുമ്പോഴത്തേക്ക് റെഡിഷ് ആവും. ഓക്കെ ഓക്കെ. ഓ, അന്നേരം കൊള്ളാം. അപ്പോൾ നമ്മൾ ആ ഒരു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഒരു ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് അവിടെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റ്. ഓ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ്.
സംഭവം ഇവിടുത്തെ ആ ഒരു ട്രക്കിംഗ് അടിപൊളി കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, ഇവിടുത്തെ ആ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവരെല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോ ട്രീയും അതേപോലെ ഓരോ വെറൈറ്റി ഫ്രൂട്ട്സ്, ഇഷ്ടംപോലെ വെറൈറ്റി ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ നമ്മൾ കാണാത്തേക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയല്ല, നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൊളാരിസ് റൈഡൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്യണമെന്ന് വെച്ചാണ്, പക്ഷെ നടന്നില്ല. ഇന്നലെ കുറച്ച് നമ്മൾ ആ സൈക്ലിംഗ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആയിട്ട് ആഡായിപ്പോയി. നമ്മൾ അപ്പോൾ ഒരു മോർണിംഗ് ട്രക്കിങ്ങിങ്ങനെ പോയി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പൊളാരിസ് റൈഡ് പോകണം. ഇവിടെ നേരെ ഒരു ഗ്രൗണ്ട് എന്തുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് ഇവിടെ പൊളാരിസ് റൈഡ് പോകണം. നമ്മൾ അതിനകത്തോണ്ട് ചെറിയൊരു റൈഡ് പോകണം. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആദ്യമേ പോയി പൊളാരിസ് റൈഡ് എടുക്കണം. പൊളാരിസ് റൈഡ് എടുത്തിട്ട് നമുക്കിവിടെ ബാക്കിയുള്ള കോട്ടേജസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നടന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് കണ്ടില്ല, നമ്മുടെ ഇവിടെ റൂമിൻ്റെ നേരെ ഇത് നമ്മൾ താമസിച്ച കോട്ടേജാണ്. നേരെ ഇവിടെയായിട്ട് നമുക്ക് ചാമ്പക്ക മരം ഇപ്പോൾ ചാമ്പക്ക തന്നെ ഇത് യെസ് ചാമ്പക്ക മരമുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ചിക്കു സപ്പോർട്ടിക്ക, ആ സാധനം അവിടെ നിൽപ്പുണ്ട്. പിന്നെ മൊത്തവും ഞാൻ കുറേ നേരം പറഞ്ഞു, കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പം ഇനി എന്തായാലും ഒരുപാട് താമസിപ്പിക്കില്ല, നമുക്ക് നേരെ പോയി പൊളാരിസ് റൈഡ് എടുക്കാം. ഇന്നെന്തായാലും സംഭവം നമുക്ക് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇന്നലെ ക്ലൈമറ്റ് നല്ല മഴയായിരുന്നു. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ മഴയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇന്ന് വെയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും അതേപോലെ ട്രക്കിങ്ങിന് പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ താരം പൊളാരിസ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ചെറിയൊരു റൈഡ് പോകാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യമേ പഠിക്കാം. പറഞ്ഞോളൂ. ഇതിനെ 3 ഗിയർ, ഹൈ സ്പീഡ്, ലോ സ്പീഡ്, ന്യൂട്രൽ, റിവേഴ്സ് പിന്നെ ആക്സിലേറ്റർ ഇതാണ് ഇത്. അത്ര പരിപാടിയുണ്ട്. ഈ 4x4 ഇതൊക്കെ എന്താ സംഭവം? അതൊന്നും വേണ്ട. ഇത് ആക്സിലേറ്റർ, ഇത് ലോയിലിട്ടാൽ മതി. നല്ല ചെറുപ്പം ലോ, അതായത് ഇതിനകത്ത് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇട്ടാൽ മതി. ഒന്ന് കാണിച്ചേക്കോ. കൈ വെച്ചിടാം, വെച്ചിട്ട് പോയാൽ വെച്ചിട്ട് നേരെ കയറിപ്പോൾ പോകും. തിരിച്ചെടുത്ത് പോയാൽ പിന്നെ റിവേഴ്സ് ഉണ്ട്. അറിയില്ല. സംഭവം വേറെ ലെവലായിട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ പവറൊന്നും അല്ല, അന്യായ പവർ സാധനമാണ്. അപ്പോൾ നമുക്കിപ്പം നല്ലൊരു കയറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ കയറുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഒന്നും വലിയ വലിപ്പം നിങ്ങളോട് കാണിച്ചാൽ ഗിയർ സിസ്റ്റം ഒന്നും വലിയ നമ്മുടെ ഓട്ടോമാറ്റിക് പോലെ തന്നെ അതിൻ്റെ മറ്റേ ലോയും ഹൈയും പിന്നെ ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിങ്, അങ്ങനെ ഒരു 3-4 ഗിയറാണുള്ളത്. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത് ഇവിടെയാണ് ആക്സിലേറ്റർ വരുന്നത്. ഇതാണല്ലേ, ഇതാണ് ആക്സിലേറ്റർ. ഇങ്ങനെയല്ല, ഇതാണ് ആക്സിലേറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് മേലിട്ട് ഓടിക്കാം. നമുക്കിത് കാലിലൊരു ബ്രേക്ക് വരുന്നുണ്ട് കേട്ടാ. എന്നാ കാറ്റാ. ഓടിക്കാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യമത്തുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നവരെ അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സംഭവം പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. അപ്പം നമുക്കിവിടെ മോളോട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ടിട്ട് നമ്മൾ കുറച്ചിട്ട് അമ്മാനം അടി. ഇനിയിപ്പോൾ എന്തായാലും ജസ്റ്റ് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. സംഭവം അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അച്ചു ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ സംഭവം ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ.
ഇത് ഗിയർ. നീ ഗിയറൊന്നും മാറണം, ഗിയറെ മാറിത്തരാം. പിന്നെ ഇതാണ് ആക്സിലേറ്റർ. മറ്റേത് നമ്മുടെ ആക്റ്റീവോടെ ബ്രേക്ക്, നമ്മുടെ മറ്റേ ബ്രേക്ക്. നിനക്ക് അതെല്ലാം ഇവിടെ കാലിലൊരു ബ്രേക്ക് ഉണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ ഗിയർ ഇതുണ്ട്. ഇവിടെ പാർക്കിംഗ് ഇത് കാണിക്കുന്നുണ്ട്. പാർക്കിംഗ് മാറ്റിയിട്ട് ബ്രേക്ക് പിടിച്ചതല്ലേ. എന്നിട്ട് പതിയെ ഈ കൈ കൊടുത്താൽ മതി. പതിയെ ഒന്ന് ബ്രേക്ക് പിടിച്ചോണേ. പതിയെ കൈ കൊടുത്തേ. ഇതൊന്ന് പതിയെ 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 ബ്രേക്ക് പിടിച്ചു. അപ്പോൾ നമ്മളൊരു കിഡിലൻ റൈഡ് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇത് സംഭവം അങ്ങനെ ഓടിക്കാൻ പഠിക്കാനും മാത്രമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഹാൻഡിലൊക്കെ കുറച്ച് ഹാർഡാണ്. നമുക്ക് ഈ ഓഫ് റോഡ് ഓടുന്ന സാധനം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഒരു രക്ഷയില്ല, അടിച്ച് കുത്തിയാണ് കയറി പോകുന്നത്. എന്തായാലും നൈസൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുന്നൊരു കാരണവശാലും ഇത് മിസ്സാക്കണ്ട, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പൊളാരിസ് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. സംഭവം നൈസൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു പൊളാരിസ് റൈഡ് നമുക്ക് തൊട്ടടുത്ത് തന്നെ പോകുന്നത്. നമ്മുടെ അവിടെ മുകളിലൊരു ഗ്രൗണ്ട് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞാൽ മതി. ഒരുപാട് നമുക്ക് വലിയ എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. അത് അവർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരും. അപ്പം അത് വെച്ചിട്ട് അങ്ങോട്ട് ഓടിച്ച് പോയാൽ മതി. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് തുടങ്ങിയിട്ട് ഏകദേശം ഡിന്നറിന് ബാക്കി നമുക്ക് ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് മേടിക്കണം. അല്ലാതെ ബാക്കിയുള്ള മസാലകളാണെങ്കിലും അതേപോലെ നമുക്ക് കാപ്പിക്കുള്ള കാപ്പിപ്പൊടിയാണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉള്ളത്. എല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിക്ക് എത്ര 24-25 വെറൈറ്റി ഫ്രൂട്ട്സ് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് രാവിലെ പോയ ഏലക്കാത്തോട്ടം, പിന്നെ അതേപോലെ കാപ്പി, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. സംഭവം എന്തായാലും നൈസ് ഒരു ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. പക്ക ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഒരുപാട് അനക്കും ഒരുപാട് ഈ എന്താ പറയുക അലമ്പൊന്നുമില്ല. നമുക്ക് ആ ഒരു ടൗണിൻ്റെ ആ ഒരു അലമ്പിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു നല്ലൊരുള്ളൊരു അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ. അപ്പം നമുക്ക് ലഞ്ച് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. അപ്പം ദാൽ ചിക്കൻ സ്റ്റൂ, ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. അടിപൊളി സാധനം. എങ്ങനെയാണ് ഇഷ്ടം? നീ പറഞ്ഞ ചിക്കൻ കഴിക്കുമോ? ഇവനൊരു വെറൈറ്റി സാധനമാണ്. ഇവന് ചില ചിക്കനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തോന്നണം. ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ചിക്കൻ തൊട്ട് പോലും നോക്കിയില്ല. ഇന്നലെ പിന്നെയും കഴിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ഇപ്പം ലഞ്ചൂടെ കഴിച്ചിട്ട് നമുക്കിവിടെ ഇറങ്ങാം. കഴിക്കട്ടെ എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് പറിച്ചിട്ട് പോകാം. സംഭവം നല്ലൊരു വെറൈറ്റി ഉണ്ട്. നമ്മളവിടെ കിട്ടുന്ന ആ ഒരു സാധനമല്ല ഇതുണ്ടല്ലേ, വേറെ ഒരു കളറൊക്കെ ഏകദേശം സെയിമാണ്. പക്ഷേ അത്രയും പുളിയില്ല, ഒരു തുള്ളി പുളിയില്ല. നല്ല ടേസ്റ്റി സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. നാളെ പെരുന്നാളാണ്. അപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ആക്ച്വലി നമ്മളിപ്പം ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഓടി നമുക്ക് നേരെ ആലപ്പുഴയ്ക്കാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ 8 കോട്ടേജസ് ആണ്. 8 കോട്ടേജസ്, അതായത് ഇതേപോലെ 8 റൂമാണ് വരുന്നത്. അപ്പം അവിടെ ഒരു കോട്ടേജ്, ഇവിടെ ഒരു കോട്ടേജ്. അപ്പം ആ ഒരു കോട്ടേജ് അവിടെ നിൽക്കുന്ന ഒരു കോട്ടേജ് ഇതാ ഇവിടെ കാണാം. പിന്നെ നമ്മളിതിൽ താമസിച്ച ഈ ഒരു കോട്ടേജ്, പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്തായിട്ട് ആ ഒരു കോട്ടേജ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇത് ബൈജു, ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ നമുക്ക് ആളുകൾ തന്നെ ചോദിക്കുക ഇവിടെ നമുക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറീസിലാണ് നമുക്കിവിടെ റൂമുള്ളത്, അതേപോലെ ഇവിടെ വന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. കുറേ നമ്മുടെ പൊളാരിസിലൊക്കെ നമ്മൾ റൈഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ബോസ് പറയും നമുക്ക് ഇവിടെ ഏതൊക്കെ കാറ്റഗറീസിലാണ് റൂമുള്ളത്, അതേപോലെ നമുക്ക് ഇവിടെ വന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഒരു ഇതായത് നമ്മൾ അങ്ങോട്ടൊക്കെ പോലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ആംബിയൻസിലുള്ള റിസോർട്ട് തപ്പിയെടുത്ത് അതായിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ റൂമുണ്ട്, എന്തൊക്കെ പാക്കേജസ് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ആക്ച്വലി 2 കാറ്റഗറിയാണ് ഉള്ളത്. ഓക്കെ. അതിൽ കൊളോണിയൽ സ്റ്റൈൽ കോട്ടേജസ്, അത് ഇൻഡിവിജ്വൽ സിംഗിൾ റൂമിൻ്റെയാണ്. ഓക്കെ.
പിന്നെ അല്ലാതെ ബിഗ് ഫാമിലിക്കാണെങ്കിൽ 3 ബെഡ്റൂമിൻ്റെ വില്ലയുണ്ട്, പ്ലാന്റേഷൻ വില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളാരിസ് റൈഡ്, ട്രക്കിങ്, നമ്മുടെ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെ ബേർഡ് വാച്ചിങ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ക്യാമ്പ് ഫയർ. ഈ പറഞ്ഞ ഈ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഈ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഷൻ ആണോ, അതോ ഈ ആക്ടിവിറ്റീസ് വേറെ പാക്കേജസ് ആയിട്ടല്ലോ? പൊളാരിസിന് മാത്രമേ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുള്ളൂ. പൊളാരിസ് റൈഡ് ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആണ്, കോംപ്ലിമെന്ററി ആക്ടിവിറ്റീസ്. ഈ നമുക്ക് ട്രക്കിംഗ് ആണെങ്കിലും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഗൈഡഡ് ട്രക്കിംഗ് ആണ്, അതെല്ലാം കോംപ്ലിമെന്ററി. ഓ, അത് സംഭവം അടിപൊളിയാട്ടോ. ഇവർ നമ്മളെ കൊണ്ടുപോയിട്ട് ഓരോരോ മരങ്ങളുടെ കാര്യങ്ങൾ, ഓരോരോ കിളികളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇവിടെ വന്ന് ഞാൻ ഒരു ട്രക്കിംഗ് ആരും മിസ്സാക്കണ്ട, അതൊരു അടിപൊളിയാണ്. അപ്പം അത് നമുക്ക് മഴയത്താണെന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല, മൺസൂൺ ട്രക്ക് കൊടുക്കാം. അതെ അതെ. അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം. നമ്മളപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇവിടെ പിന്നെ നേരെ ഇനി ആലപ്പുഴയ്ക്കാണ്. പ്രത്യേകിച്ച് ഇനി ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്നില്ല, നാളെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങണം. നിങ്ങൾക്ക് ഇവരെ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പാടി എസ്റ്റേറ്റിലെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ തിരിച്ച് ആലപ്പുഴയ്ക്ക്. അപ്പോൾ ഓക്കെ ബോസ്, താങ്ക് യു. ഓക്കെ, ബൈ. ഇവർ സംഭവം അടിപൊളിയാട്ടോ, ഭയങ്കര എല്ലാവരും നല്ല പക്കായിട്ട് നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ എക്സ്പീരിയൻസ് പറയും? നല്ല വൈബായിട്ടുള്ള സ്ഥലം. പിന്നെ ബാക്കി ഇവരുടെ ഡീലിങ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യം, നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് നമുക്ക് ഇവിടെ ഉള്ള നല്ലൊരു കുറേ അറിവുകൾ ഇടും കേട്ടോ. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും അതെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് കണ്ട ഒരു ബൈജു പുള്ളി കൊണ്ടുപോയി നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര വലിയ ഇതാണ് പറഞ്ഞ ഒരു 3 ബെഡ്റൂമിൻ്റെ കോട്ടേജ് കേട്ടോ. നമുക്കിവിടെ ഒരു 3 ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് വരുന്നുണ്ട്, ഒരു ഫാമിലി കോട്ടേജാണ്. അപ്പോൾ അത് ഈ കാണുന്നതാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സംഭവം അതൊരു നൈസൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പം കുറേ അറിവുകൾ, കുറേ ബേർഡ്സിൻ്റെ ആണെങ്കിലും പുള്ളിയൊക്കെ അതിനകത്ത് ഭയങ്കര റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഈ ബൈജു എന്നൊക്കെ പറഞ്ഞ പുള്ളി അവർ ഒരു ബേർഡിൻ്റെ കുറേ ലിസ്റ്റിംഗ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക, ഈ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര വലിയൊരു ഡിക്ഷണറിയാണ്. ഇപ്പം എന്താ പറയുക, ഈ ബേർഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർ വരുന്ന എല്ലാം നല്ല അലക്കി കുടിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം അവരുടെ നിന്നൊക്കെ കളക്ട് ചെയ്ത കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ട് പുള്ളി അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം സംഭവം ഒരുപാട് നല്ല അറിവുകളാണ്. അപ്പോൾ നമുക്കിനി നേരെ താഴത്തെ എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പോവുകയാണ്. സംഭവം അടിപൊളി ആംബിയൻസ് കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ മൊത്തം ഈ കിളികളുടെ കരച്ചിൽ മാത്രം, നമുക്കൊരു പക്ക ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ, അമ്പാടി എസ്റ്റേറ്റിലേക്ക് വന്നോ. സംഭവം നൈസാണ്. നമുക്കൊരു 5500 ആണ് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം സംഭവം അത് വർത്താണ്, ഒന്നും പറയാനില്ല. നമുക്ക് ആ ഒരു രാവിലെ ആ ഒരു മോർണിംഗ് വാക്കൊക്കെ സംഭവം വേറൊരു വൈബാണ്. പിന്നെ അതേപോലെ സൈക്ലിങ്, നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് അതൊക്കെ നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് എടുത്ത് 3 ആ റൂട്ടിലൊക്കെ നമുക്ക് ചവിട്ടാനായിട്ട് പറ്റും. അതൊക്കെ സംഭവം നൈസൊരു എക്സ്പീരിയൻസ് ആണ്. എനിവേ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അമ്പാടി എസ്റ്റേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചോ. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളും, ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നിൽക്കുന്നതുകൊണ്ടിട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.